ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസേഴ്സിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഞാനൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ആദ്യത്തെ മോയ്സ്ചറൈസർ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ മോയ്സ്ചറൈസർ ന്യൂട്രിഡേം എന്ന ഒരു മോയ്സ്ചറൈസർ. എൻ്റെ കയ്യിൽ ട്യൂബില്ല, സൈഡിൽ കാണിച്ചു തരാം. കാരണം 2-3 വർഷമായല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂട്രിഡേം എന്ന മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആണ് ഫസ്റ്റത്തെ മോയ്സ്ചറൈസർ. അത് ഒരു 1000 റുപ്പീസാണ്. 125 ml 1000 റുപ്പീസാണ്. കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഞാൻ അത് തീർന്ന ശേഷം ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് നിർത്തി. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ റീപർച്ചേസ് ചെയ്തില്ല. മോയ്സ്ചറൈസർ അടിപൊളിയാണ്. ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിളായ മോയ്സ്ചറൈസറാണ്. ബട്ട് കുറച്ച് എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് സ്യൂട്ട് ആവണമെന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് വാങ്ങിക്കാൻ തന്നെ കാരണം യൂട്യൂബിൽ ഭയങ്കര ഹൈപ്പായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു ആ ടൈമിൽ. അതുകൊണ്ടാണ് ആ മോയ്സ്ചറൈസർ വാങ്ങിച്ചത്. ഞാൻ അതിനെപ്പറ്റി പറയാമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ആയിക്കോട്ടെ, ടെക്സ്ചർ ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയാണ്. പിന്നെ ഫേസിനെ നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, നല്ല റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫേസിന് അത് നല്ലതാണ്. പിന്നെ കുറച്ച് ബ്രൈറ്റനിങ് ആക്കുന്നുണ്ട്. ഞാനത് യൂസ് ചെയ്തിട്ട് പേഴ്സണലി എനിക്കൊരു ഇഷ്യൂസും വന്നിട്ടില്ല. ഓയിലി കോമ്പിനേഷൻ, സെൻസിറ്റീവ്സ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിളാണ്, എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാർ ഒഴികെ. അതുകൂടാതെ അത് മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ ആണ്. അതുകൊണ്ട് ഓസ്ട്രേലിയൻ പ്രൊഡക്ട്സൊക്കെ നല്ല അടിപൊളി പ്രൊഡക്ട്സാണ്, നല്ല ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സാണ്. മോയ്സ്ചറൈസർ ടോട്ടലി നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. നമുക്കത് വേണമെങ്കിൽ നല്ലൊരു ടോപ്പ് മോയ്സ്ചറൈസർ തന്നെ പറയാം. നല്ലൊരു മോയ്സ്ചറൈസറാണ്. കുറച്ച് എക്സ്പെൻസീവാണ്, അതുകൊണ്ടാണ് ഞാൻ അത് റീപർച്ചേസ് ചെയ്യാത്തത്. നല്ല അടിപൊളിയാണ്. ഫസ്റ്റ് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. ഒട്ടനവധി ആൾക്കാർ അത് കേട്ടിട്ടുണ്ട്, ഒട്ടനവധി ആൾക്കാർ കേട്ടിട്ടുള്ള മോയ്സ്ചറൈസർ. ഓൾസോ അത് നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയൊരു മോയ്സ്ചറൈസറാണ് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലുണ്ടാകുമ്പോൾ അവിടെ ഭയങ്കര തണുപ്പാണ്. സോ അപ്പോൾ എൻ്റെ ഫേസ് ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. കാണിച്ചു തരാം. ഇതാണ് മോയ്സ്ചറൈസർ, സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. ആൻഡ് ഇത് ഞാൻ ഇപ്പോൾ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ കുറച്ച് വിൻ്റർ സീസൺ അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഫേസ് കുറച്ചു രാത്രിയൊക്കെ ഡ്രൈ ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ നൈറ്റിൽ മാത്രം ഈ ഒരു മോയ്സ്ചറൈസർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഫേസ് ഡ്രൈ ആവുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. ആൻഡ് ഇതിൽ ഗ്ലിസറിൻ, പാന്തനോൾ, നിയാസിനമൈഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇത് ഡ്രൈ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, എക്സീമ പ്രോൺ സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ് ഈ സെറ്റാഫിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നുകാർക്കെല്ലാം നല്ല പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ ടെക്സ്ചർ, കൺസിസ്റ്റൻസി ഒക്കെ അടിപൊളിയാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആക്കിയിട്ട് വെക്കും. മോയ്സ്ചറൈസ് ആക്കി വെക്കാനും ഇത് ഹെൽപ്പ് ആക്കുന്നുണ്ട്. എൻ്റെ ഫേസ് ഡ്രൈ ആയ സമയത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട് ഈ മോയ്സ്ചറൈസർ. മെയിൻ കാര്യം എന്ന് വെച്ചെങ്കിൽ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അതുകൊണ്ട് ഫേസിന് ഇറിറ്റേറ്റ് ആക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആൻഡ് ഇതിൽ ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ആക്കുമ്പോൾ ഗ്രീസി ആക്കാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക്. ആൻഡ് ഇത് പ്രൊഡക്റ്റ് ടോട്ടലി അടിപൊളി പ്രൊഡക്റ്റാണ്, അടിപൊളി ക്വാളിറ്റിയാണ്, നല്ലൊരു മോയ്സ്ചറൈസറാണ്. എനിക്ക് ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഞാൻ മുമ്പ് യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഫേസ് കുറച്ച് ഡ്രൈ ആവുന്നതുകൊണ്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. നല്ലൊരു മോയ്സ്ചറൈസറാണ്. എനിക്കിപ്പോൾ ഈ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നൈറ്റ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കാറ്. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ അതുകൊണ്ടാണ് ഈ ചെറിയൊരു ട്യൂബ് വാങ്ങിച്ചത്. മുമ്പ് ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ വലിയ ട്യൂബ് യൂസ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പകലെല്ലാം കൂടുതലായിട്ട് ഫേസ് ഓയിലി ആവാറുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രമേ ഫേസ് കുറച്ച് ഡ്രൈ ആവാറുള്ളൂ. അപ്പോൾ മാത്രമേ ഞാൻ ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുള്ളൂ. ഏറ്റവും കൂടുതൽ പോപ്പുലറായ ഒരു മോയ്സ്ചറൈസർ, പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസർ. ഈ ഒരു മോയ്സ്ചറൈസർ ഇത് ഇപ്പോൾ ഇൻസ്റ്റാലും യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അഫോർഡബിൾ ആണ്. 100 ml ഞാൻ ഇത് 100 ml ഞാൻ 180 റുപ്പീസിനാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. 100 ml നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ ജെൽ ബേസ്ഡും ആണ്. ഇത് ഫേസിലിട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഫേസിലേക്ക് ഇത് അബ്സോർബ് ആക്കുന്നുണ്ട്. ഓയിലി സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും പറ്റിയ നല്ലൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ആക്കുന്ന ഇപ്പോൾ ഞാൻ കറൻ്റ്ലി 2 മോയ്സ്ചറൈസർ യൂസ് ആക്കുന്നുണ്ട്. അതിലൊന്ന് ഇതാണ് പോൺസിൻ്റെ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ. ഇതിൽ നിയാസിനമൈഡ്
ആൻഡ് ഹൈലറോണിക് ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫേസിനെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കും. ആൻഡ് ഇതിൻ്റെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ അല്ല, ഇതിൽ പെർഫ്യൂംസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫേസിനെ സെൻസിറ്റീവ് ആക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചെങ്കിൽ ഇത് ചില ആൾക്ക് ഇതിട്ടിട്ട് പുറത്തു പോയാൽ നമുക്ക് ഫേസ് ഒന്ന് ഡാർക്ക് ആക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല. എനിക്ക് പേഴ്സണലി ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മോയ്സ്ചറൈസറാണ്. അഫോർഡബിൾ ആണ്. എക്സ്പെൻസീവായ മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നതിനേക്കാളും പകരം അഫോർഡബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ മോയ്സ്ചറൈസറൊക്കെ നല്ലതാണ്. എനിക്കിത് അടിപൊളിയാണ്. ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ ഇടണേ. നെക്സ്റ്റ് വീണ്ടും പോപ്പുലറായ ഭയങ്കര ഹൈപ്പായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ദ പ്ലമ്മിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇതിൻ്റെ ടെക്സ്ചറും ജെൽ ബേസ്ഡ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് എൻ്റെ ബോട്ടിൽ തീർന്നിട്ടുണ്ട്, ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടില്ല. ബിക്കോസ് അതിൻ്റെതായ ഒരു കുറച്ച് കാരണമുണ്ട്, അതുകൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്യാത്തത്. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, ബട്ട് അഫോർഡബിൾ ഒന്നുമല്ല. 400 സംതിങ്ങിന് 15 ഗ്രാം ആണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത് എക്സ്പെൻസീവ് ആണ്. ഇത് 200 റുപ്പീസിന് നമുക്കിത് 100 ml കിട്ടുന്നുണ്ട്. ഇത് 15 ഗ്രാമിന് 400 സംതിങ് ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ആൻഡ് എനിക്ക് ഇത് രണ്ട് സംബന്ധിച്ചിട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഓക്കെ, ഇത് ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടില്ല. കൂടാതെ ഇത് ഹെവിയാണ്, ഗ്ലാസ് ബോട്ടിലാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോകാൻ കുറച്ച് റിസ്ക് ആണ്. എനിക്ക് ഇത് ഹെവി ബോട്ടിലും ആണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞെങ്കിൽ ഇതും ലൈറ്റ് വെയ്റ്റ് ആണ്, ജെൽ ബേസ്ഡ് ആണ്. ഫേസിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഓയിലി, സെൻസിറ്റീവ്, കോമ്പിനേഷൻ സ്കിൻ, അങ്ങനെ സ്കിന്നിനൊക്കെ ഇത് നല്ല അടിപൊളിയാണ്. പക്ഷെ ഡ്രൈ സ്കിന്നിന് ഇത് ചേരൂല. ഇതിൽ നിയാസിനമൈഡ്, റൈസ് വാട്ടർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നിയാസിനമൈഡ് 2% അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഫേസിന് വലിയ മാറ്റമൊന്നും നമുക്കിത് തരാൻ പോകുന്നില്ല. ഒരു ചെറിയ പാടെങ്കിൽ കുറച്ച് മാർക്സ് ഉണ്ടാവുമല്ലോ, അതുപോലും ഈ ഒരു 2% നിയാസിനമൈഡിൽ മാറ്റാൻ ചാൻസ് ഇല്ല. ഇതിനേക്കാളും സിറമാണ് കുറച്ചും കൂടി ബെറ്റർ. നിയാസിനമൈഡ് 2% ഉള്ളൂ. ആൻഡ് കൂടാതെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, അതുകൊണ്ട് സ്കിന്നിനെ ഇറിറ്റേറ്റ് ആക്കില്ല. ബട്ട് എനിക്കും ഇത് യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസ് കുറച്ച് ഡാർക്ക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഇത് രാത്രിയിൽ അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ ഞാൻ പകൽ ഇതിട്ടിട്ട് പുറത്ത് പോകുന്ന സമയത്തൊക്കെ എൻ്റെ ഫേസ് കുറച്ച് ഡാർക്കനിങ് ആക്കുന്നുണ്ട്. ഇതിട്ട ശേഷം എൻ്റെ ഫേസ് കുറച്ച് ഡാർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതെൻ്റെ ഫേവറേറ്റ് അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് റീപർച്ചേസും ചെയ്യാത്തത്. അത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് എക്കോളജിക്കലുടെ ഇനുമിനേറ്റ് പ്ലസ് ഹൈഡ്രാജൽ മോയ്സ്ചറൈസർ. ഈ ഒരു മോയ്സ്ചറൈസർ കാണാൻ ഭയങ്കര അഴകല്ലേ, നല്ല അടിപൊളിയല്ലേ, കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, നല്ല പാക്കേജാണ്. ആൻഡ് ഇത് 100 ഗ്രാമിന് 300 സംതിങ് ആണ്. എത്രയെന്നാ സൈഡിൽ കൊടുക്കാം. ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മന്തിന് മേളിലായി. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ആൻഡ് ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ അല്ല, ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിളായ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഫേസിന് നല്ല ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട്. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് അബ്സോർബ് ആക്കുന്നുണ്ട്, നല്ല അടിപൊളിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് എടുക്കാൻ ഭയങ്കര മടിയാണ്. നമുക്ക് ഇതും ഓപ്പൺ ആക്കണം, പിന്നെ ഈ ക്യാപ്പും ഓപ്പൺ ആക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് കുറച്ചു ഒരു മടി പിടിച്ചൊരു കാര്യമാണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ, ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ. പിന്നെ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ അല്ല, നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് സ്കിന്നിന് ഇറിറ്റേറ്റ് ആക്കാനും ചാൻസ് ഉണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി ഇത് യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് വലിയ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല, പിമ്പിൾസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറിറ്റേഷനോ ബേണിങ്ങോ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഫ്രാഗ്രൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് അടിപൊളിയാണ്. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾക്കും ആവണമെന്നില്ലല്ലോ, എല്ലാ സ്കിൻ ടൈപ്പ് ഒരുപോലെ അല്ലല്ലോ. ആൻഡ് എനിക്ക് ഇത് പേഴ്സണലി ഇഷ്ടമാണ്. ഞാൻ ഇതുമാണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന 2 മോയ്സ്ചറൈസർ. ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറും ആൻഡ് ഈ എക്കോളജിക്കലുടെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന 2 മോയ്സ്ചറൈസർ. ഇത് രണ്ട് തമ്മിൽ വെച്ചാലും എനിക്ക് ഇത് തന്നെയാണ് എൻ്റെ ഫേവറേറ്റ്. ഇതെനിക്ക് റീപർച്ചേസ് ചെയ്യുമോ എന്ന് വെച്ചെങ്കിൽ ഇതിന് റീപർച്ചേസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇതിൽ ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ എനിക്ക് ചെറിയ അത്ര ഒരു രീതിയിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഇതും പാക്കേജൊക്കെ ഇച്ചിരി കാരണം ഞാൻ ഇത് റീപർച്ചേസ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ നെക്സ്റ്റിൽ എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡെർമാക്കോയുടെ മോയ്സ്ചറൈസർ, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഏത് മോയ്സ്ചറൈസറിന് സൈഡിൽ കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ട്യൂബ് ഇല്ല കാണിക്കാൻ, കാരണം ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമുക്ക് ഓയിൽ കുറയ്ക്കാനുള്ള ഒരു മോയ്സ്ചറൈസറിന് തന്നെ പറയാം. ഡെർമാക്കോയുടെ മോയ്സ്ചറൈസർ അത് 100 ml ഞാനത് 300 സംതിങ് ആണ് അതിന് ഞാൻ കൊടുത്തത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതും കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണ്.
ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിന്നുകാർക്ക് യൂസ് ആക്കാം. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയൊരു മോയ്സ്ചറൈസറാണ് അത്. ബട്ട് ഡ്രൈ സ്കിന്നുകാർക്ക് അത് പറ്റിയൊരു മോയ്സ്ചറൈസർ അല്ല, ബിക്കോസ് അത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണല്ലോ. അതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർക്ക് അത് സ്യൂട്ടബിൾ അല്ല. ലൈറ്റ് വെയ്റ്റ് ആണ്, ടെക്സ്ചറൊക്കെ അടിപൊളിയാണ്. ആൻഡ് ജെൽ ബേസ്ഡ് അല്ല, കുറച്ച് ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ്. ഒക്കെ അടിപൊളിയാണ്. പക്ഷെ എനിക്കത് അപ്ലൈ ചെയ്ത ശേഷം എൻ്റെ ഫേസ് കുറേ ഓയിൽ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഫേസിലിട്ട് ഇട്ട ശേഷം ഗ്രീസി ആവുന്നുണ്ട് ആൻഡ് കുറേ ഓയിൽ പ്രൊഡ്യൂസ് ആക്കുന്ന പോലെ എനിക്കതിൽ ഫീൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് ഫേവറേറ്റ് അല്ലാത്തത്. എൻ്റെ ഫേസിൽ ഓയിൽനെസ് അത് തരുന്നുണ്ട്. ഓയിൽ ഫ്രീ എന്ന് പറഞ്ഞിട്ട് എനിക്കത് ഓയിലാണ് എനിക്കത് ഫേസിൽ തരുന്നുള്ളത്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. പക്ഷെ അതിനെ തീരുന്നത് വരെ കൈക്കെല്ലാം തേച്ചിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടുണ്ടായി. ഫേസിലേക്ക് ഞാൻ അത് ഉപയോഗിച്ചില്ല, കാരണം അത് ഓയിൽ പ്രൊഡ്യൂസ് ആക്കുന്ന പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അത് കയ്യിലൊക്കെ തേച്ചിട്ട് തീർത്ത് കളഞ്ഞു. പിന്നെ ഫേസിലേക്ക് ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ആ ഡെർമാക്കോയുടെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇതിലേതെങ്കിലും മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എത്രയുള്ളൂ. ഓക്കെ, ബൈ.